ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ചായിരിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ഉത്തരവാദിത്വങ്ങൾ കൈമാറുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ, വിവിധ തലങ്ങൾ നാം പഠിച്ചു വരികയായിരുന്നു. തന്റെ നിര്യാണത്തോട് താൻ അടുക്കും തോറും തിമോഥെയോസിനോടുള്ള തന്റെ വാക്കുകളിൽ വിഷയങ്ങളുടെ പ്രാധാന്യവും മറ്റു വിഷയങ്ങൾക്ക് പ്രാധാന്യമില്ലെന്നല്ല, വിഷയങ്ങളുടെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും പൗലോസ് എത്രത്തോളം ഹൃദയഭാരത്തോടെ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ മൂന്നാം അധ്യായം ആണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ആദ്യത്തെ 2 അധ്യായങ്ങളിൽ പല ഇൻസ്ട്രക്ഷൻസും കൊടുത്തു. എന്നാൽ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ് മൂന്നാം അധ്യായത്തിൽ കൈകാര്യം ചെയ്യുന്നത്. 1-ാം വാക്യത്തിൽ തന്നെ ഇത് നമ്മൾ അന്ത്യകാലത്തോട് അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനോട് അനുബന്ധിച്ച് എന്നുള്ള നിലയിൽ നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവിടെ ആ വാക്യം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ വായിക്കുന്ന അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക, ഡിഫിക്കൽട്ട് ടൈംസ്. ഇവിടെ തിമോഥെയോസിനെ പൗലോസ് ഫരമേൽപ്പിച്ച് വരുന്ന വിഷയങ്ങളോട് ബന്ധപ്പെട്ട് നമ്മൾ ഏത് വാക്യം പഠിക്കുമ്പോഴും അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മുമ്പോട്ട് പഠിച്ചു പോകുന്നത്. അപ്പോഴാണ് അതിന്റെ ശരിയായ ആ ആശയം, അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. പ്രതികൂലമായിരിക്കുന്ന, പ്രയാസകരമായിരിക്കുന്ന, കഷ്ടതകളുള്ള, ഉപദ്രവങ്ങൾ കൂടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും എന്നതാണ് അതിന്റെ ആശയം. നമ്മളത് ഈ ടേംസ് ഒക്കെ നമ്മൾ ഇതിനുള്ളിൽ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ 1-ാം വാക്യത്തിൽ പറഞ്ഞു വരുന്ന വിഷയം, അല്ലെങ്കിൽ 3-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം സഭയ്ക്കുള്ളിൽ സംഭവിക്കുന്ന വിഷയമാണ് എന്ന് നമ്മൾ പ്രാരംഭമായിട്ട് ഓർത്തിരിക്കണം. വിശ്വാസികൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, കർത്താവ് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സഭാപരിപാലന ശുശ്രൂഷയിൽ സഭയിൽ നേതൃത്വം കൊടുക്കുവാനായിട്ട്, സഭയിൽ പരിപാലന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തികൾ സഭയ്ക്കുള്ളിൽ ശുശ്രൂഷയ്ക്കായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുമ്പോൾ പ്രായോഗികമായി സംഭവിക്കുന്ന ഒരു പ്രതികൂല സാഹചര്യവും അതിന്റെ പ്രതിവിധിയും, ഈ 2 വിഷയങ്ങളാണ് ഈ 3-ാം അധ്യായത്തില് അപ്പോസ്തലൻ പൗലോസ് കൈകാര്യം ചെയ്യുന്നത്. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദുർഘട സമയങ്ങളെ കുറിച്ച് പറയുന്നു. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള വിഷയം 2 കൂട്ടം ആളുകളാണ് സഭയ്ക്കുള്ളിൽ ദുർഘട എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രയാസങ്ങൾ സഭയ്ക്കുള്ളിൽ ഉണ്ടാക്കുന്നത് 2 കൂട്ടം ആളുകളാണ്. ഒന്ന്, ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകൾ. 2, ദുരുപദേഷ്ടക്കന്മാർ. ഈ 2 കൂട്ടർ, ഇവർ രണ്ടുപേരും ലിങ്ക്ഡ് ആണ്. എന്നാൽ അതേ സമയത്ത് അല്പ വ്യത്യാസമുണ്ട്. നമ്മൾ ആ വിഷയത്തിലേക്ക് വരും. അപ്പൊ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ സഭയ്ക്കുള്ളിൽ ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസിൽ, പ്രയാസങ്ങളിൽ 2 കൂട്ടരാണ് ദുഷ്ടമനുഷ്യരും ദുരുപദേശകരും. അതിന്റെ 3-10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ ദുർഘടങ്ങളെ അതിജീവിക്കുവാനുള്ള മാർഗം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ 2 സെക്ഷനായിട്ടാണ് നമുക്ക് ഈ അധ്യായത്തെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദുർഘട സമയങ്ങൾ അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ദുർഘട വിഷയങ്ങളും, 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ആ ദുർഘടങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നത് സംബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് മുഖാന്തരം കൊടുക്കുന്ന നിർദ്ദേശങ്ങളുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വിഷയങ്ങൾ നമ്മൾ ഇങ്ങനെ ഗൗരവത്തോടെ പഠിച്ചു പോകണം. സഭയ്ക്കുള്ളിൽ ദുർഘടങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പലവിധ ദുർഘടങ്ങൾ സഭയ്ക്കുള്ളിലുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഉദ്ദേശിക്കുന്ന വിഷയങ്ങളെ നമുക്ക് മനസ്സിലാക്കി ആ ആശയത്തിൽ തന്നെ ചിന്തിച്ചു പോകുവാനായിട്ട് സാധിക്കണം. ഇവിടെ അന്ത്യകാലം എന്ന് പറയുന്ന ഇവൻ പൗലോസിന്റെ കാലത്ത് പോലും സഭയ്ക്കുള്ളിൽ ഇതേ വിഷയങ്ങളുണ്ട് എന്നുള്ള വിഷയം നമ്മൾ മറന്നുപോകരുത്. സഭയിൽ അന്ത്യകാലം എന്ന് പറയുന്നത് കർത്താവ് ഏത് സമയത്തും വരില്ല, കർത്താവിനോടിന്റെ വരവിനോട് അടുക്കുന്ന നിമിഷം എന്നുള്ള നിലയിൽ ചിന്തിച്ചാൽ തന്നെ കർത്താവിന്റെ വരവ് ഏത് സമയത്ത് നടക്കാം എന്നുള്ളത് കൊണ്ട് ഏത് സമയവും ഈ ദുർഘട സമയങ്ങളാണ് എന്ന് ഒരാശയത്തിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ നാളുകൾ കഴിയും തോറും എന്നുള്ള ആശയത്തിൽ ലാസ്റ്റ് ഡേയ്സ് എന്ന് ചിന്തിക്കുന്നതിലും തെറ്റൊന്നുമില്ല.
കർത്താവിന്റെ വരവടുക്കുമ്പോൾ ഈ വിഷയം ഉണ്ടാകുമെന്ന് ചിന്തിച്ച് കർത്താവിന്റെ വരവടുത്തു എന്ന് സഭയിലെ വിഷയങ്ങളെ നോക്കി പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം കൊരിന്ത്യൻ സഭകൾ പോലെ ഗലാത്യ സഭകൾ പോലെ ആദിമ നൂറ്റാണ്ടിൽ തന്നെ വളരെ പ്രതിബന്ധങ്ങൾ ഈ വിഷയത്തിൽ അഭിമുഖീകരിച്ച സഭകൾ അക്കാലത്തുമുണ്ട്. അപ്പോൾ കർത്താവ് ഏത് സമയത്തും വരാം എന്നുള്ളത് കൊണ്ട് ക്രിസ്തീയ സഭയുടെ പശ്ചാത്തലത്തിൽ ആ വിഷയങ്ങളെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ എല്ലാ ദിവസവും സഭയിലെ ശുശ്രൂഷകന്മാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസമാണ് ഈ ദുർഘട സമയങ്ങൾ, ഡിഫിക്കൽട്ട് ടൈംസ്. എന്താണ് ഈ ഡിഫിക്കൽട്ടീസ്? സഭയെ പരിപാലിക്കുന്ന വ്യക്തികൾ ഫേസ് ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്ന പ്രധാന ഡിഫിക്കൽട്ടീസ് എന്താണ്? അപ്പൊ 1 മുതൽ അതിന്റെ 9 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ലിസ്റ്റ് തന്നെ അപ്പോസ്തലനായ പൗലോസ് നൽകുന്നുണ്ട്. ഏകദേശം 19 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 19 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. അതെല്ലാം ഒന്നും വിശദീകരിക്കാനായിട്ട് ഞാനും താല്പര്യപ്പെടുന്നു. നമുക്കറിയാവുന്ന വിഷയങ്ങൾ തന്നെ, എന്നാൽ അതിൽ ചില പ്രത്യേക വാക്കുകളുടെ ആശയങ്ങൾ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുവാനായിട്ടുള്ള പ്രധാന വിഷയം എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഓരോ സ്ഥലം സഭയിലും നമുക്കറിയാം, സ്ഥലം സഭയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് തിരുവഴുത്തിൽ ലേഖനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. സാർവത്രിക സഭ ഉള്ളപ്പോൾ തന്നെ ഭൂമിയിൽ ദൃശ്യമായിരിക്കുന്നത് സ്ഥലം സഭകളാണ്, ഓരോരോ പ്രദേശത്തുള്ള സഭകളാണ്. ആ സഭകൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെയാണ് ലേഖനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ സഭകൾക്കുള്ള ഉപദേശങ്ങളും ശാസനകളുമാണ് നമ്മൾ ലേഖനങ്ങളായിട്ട് വായിക്കുന്നത്. അപ്പോൾ വിഷ്വലായിട്ട് നിൽക്കുന്ന സ്ഥലം സഭകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ഈ വിഷയങ്ങൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് സഭയിലേക്ക് നോക്കുമ്പോഴും ഇതേ വിഷയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. തിമോഥെയോസിനോട് പൗലോസ്, നീ എന്നോട് കൂടെ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കണമെന്ന് 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതും ഈ അന്ത്യകാലത്തുണ്ടാകുന്ന ദുർഘട സമയങ്ങളിൽ രണ്ടാണ്. ഈ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് സുവിശേഷത്തിന് വേണ്ടി പുറമേ നിന്നുള്ള, സഭയ്ക്ക് വെളിയിൽ നിന്നുള്ള ഉപദ്രവങ്ങളാണ് പ്രധാനമായിട്ടും അതിനുള്ളിൽ വരിക. ഈ ദുർഘട സമയങ്ങൾ ഇന്ന് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന വിഷയം സഭയ്ക്കുള്ളിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ്. ഈ സഭയ്ക്കുള്ളിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം, അതിനെ ദുർഘട സമയങ്ങൾ എന്ന് വിളിക്കുവാനായിട്ടുള്ള കാരണം, രക്ഷയുടെ അനുഭവമില്ലാതെ, രക്ഷിക്കപ്പെടാതെ വിശ്വാസികൾ എന്നുള്ള ഭാവേന അനേകർ, ഒരു കൂട്ടം ആളുകൾ ഈ സഭയ്ക്കുള്ളിൽ കടന്നുകൂടുന്നു. സ്ഥലം സഭകളിൽ 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ഇത് സഭയ്ക്കുള്ളിൽ മാത്രമല്ല, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലും നമുക്ക് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അവരുടെ ഇടയിൽ മിസ്രൈമ്യരിൽ ചിലർ യഹൂദന്മാരുമായി സമ്മിശ്രമായി കലർന്ന് മിസ്രൈമ്യ മനോഭാവമായിട്ട് അവർ ഇസ്രായേലിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഇസ്രായേലിലെ യാത്രയിലെന്നും അവർക്കൊരു തലവേദനയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതേ ഒരു അനുഭവം ക്രിസ്തീയ സഭയോടുള്ള ബന്ധത്തിലും ഉണ്ട് എന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് മുഖാന്തരം തിമോഥെയോസിനെ ഓർമ്മപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്നും ജഡത്തിലൊരു ശൂലമാണ് ഈ അവിശ്വാസികളായിരിക്കുന്ന വിശ്വാസികൾ. അവിശ്വാസികളായിരിക്കുന്ന വിശ്വാസികൾ എന്ന് പറയാൻ കാരണം ഇവർക്ക് വിശ്വാസികളുടെ ഭാവഭേദങ്ങൾ, രൂപഭാവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവർ വിശ്വാസത്തിലല്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. അത് ഈ അധ്യായങ്ങൾ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് അതിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഇത് അവിശ്വാസികളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ജഡികന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ജഡത്തിന് കീഴ്പ്പെട്ടു പോകുന്നവരാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, അവർക്ക് പാപബോധം എത്തുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കുറവുകളെ അവർക്ക് ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്ക് യഥാസ്ഥാപനം ഉണ്ടാകുന്ന കാര്യം എളുപ്പമാണ് ജഡികന്മാർക്ക്. എന്നാൽ ഈ പ്രാകൃതന്മാരായിരിക്കുന്നവരും ഈ സഭയ്ക്കുള്ളിൽ ഉണ്ട്. കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഞങ്ങൾക്ക് ജഡികന്മാരോട്, ആത്മീയന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ, എന്നിട്ട് അടുത്ത വാക്ക് വെക്കുന്ന പ്രാകൃതന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉപദേശം അവർ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ജഡികന്മാരുടെ രൂപഭാവത്തിലാണ് പ്രാകൃതന്മാരെ സഭയ്ക്കുള്ളിൽ നിൽക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇവർ ജഡികന്മാരാണ് നമ്മൾ ചിന്തിക്കും, പക്ഷെ അവർ പ്രാകൃതന്മാരാണ്, രക്ഷയുടെ അനുഭവം ഇല്ലാത്തവരാണ് എന്ന് കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ തിമോഥെയോസിന് പൗലോസ് ലേഖനം എഴുതി വരുമ്പോൾ അവിടെ തിമോഥെയോസിനെ ഓർപ്പിക്കുന്ന വിഷയം ദുർഘട സമയങ്ങളെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് പൗലോസ് തിമോഥെയോസിന് കൊടുക്കുകയാണ്. തിമോഥെയോസ് തന്റെ ശുശ്രൂഷ, നമുക്കറിയാം സഭയിൽ പരിപാലന രംഗത്ത് സഭയെ നയിക്കുക, ശുശ്രൂഷകന്മാരെ സ്ഥാനത്ത് ഫലമേൽപ്പിക്കുക എന്ന ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ തിമോഥെയോസ് അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ് ഈ ഒരു വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിയുക ഒരാവശ്യമാണ് എന്നതാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്ന വിഷയം. നമ്മൾ ആ വിഷയം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം
ഈ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് ഉപമ പറയുമ്പോൾ, വിത്ത് വിതയ്ക്കാൻ പോകുന്ന മനുഷ്യന്റെ ഉപമ പറയുമ്പോൾ, കൃഷിക്കാരന്റെ ഉപമ പറയുമ്പോൾ, മത്തായി സുവിശേഷം 13-ന്റെ 24 മുതൽ 30 വരെ, അവിടെ ആ ഉപമയെക്കുറിച്ച് പറയുമ്പോൾ, നല്ല വിത്ത് വിതയ്ക്കുവാനായിട്ട് പോയി അദ്ദേഹം വിത്ത് വിതച്ചതിന് ശേഷം വന്ന് വിശ്രമിക്കുന്ന സമയത്ത് രാത്രിയിൽ ശത്രു കള കൊണ്ട് വിതച്ചു, കളയുടെ വിത്ത് അല്ലെങ്കിൽ കള കൊണ്ട് വിതച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വിത്ത് വളർന്നു തുടങ്ങിയപ്പോൾ തന്നെ കൃഷിക്കാരൻ ഒരു കാര്യം മനസ്സിലായി, ഇതിന്റെ കൂടെ കളയും കൂടെ, വിത്തിന്റെ കൂടെ, അതായത് ഗോതമ്പിന്റെ കൂടെ കളയും കൂടെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ തന്നെ അതിനെ പറിച്ചു കളയുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ യജമാനൻ പറഞ്ഞ വിഷയം, കള പറിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നല്ലത് കൂടി, ഗോതമ്പ് കൂടി പറഞ്ഞു പോകും, അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് വളരട്ടെ. ഏകദേശം ഇതേ ഒരു അറ്റ്മോസ്ഫിയർ, ഇതേ ഒരു അന്തരീക്ഷമാണ് സ്ഥലം സഭയ്ക്കുള്ളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കണം. സഭയിലെ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, ആത്മീയ കൂട്ടായ്മയിൽ ഉത്സാഹികളാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും ഇതിനിടയ്ക്ക് ഈ ആത്മീക ഭാവത്തിലുള്ള ചില കളകളുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് എന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. അത് പ്രാക്ടിക്കലായിട്ട് സംഭവിക്കുന്ന ഒരു വിഷയമാണ്. അതിനെ എങ്ങനെ തിരിച്ചറിയാം? അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ വിഷയം. നമ്മുടെ സ്ഥലസഭകളിലൊക്കെ, നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയിലൊക്കെ പ്രാകൃതന്മാരുണ്ട്, രക്ഷിക്കപ്പെടാത്തവരുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ അത് ഉൾക്കൊള്ളേണ്ട നിലയിൽ ഉൾക്കൊണ്ടാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിനെ യഥാവിധി കൈകാര്യം ചെയ്യുവാനായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ ആ വിഷയമാണ് പറഞ്ഞു വരുന്നത്. ആദ്യത്തെ 9 വരെയുള്ള വാക്യങ്ങളിൽ പ്രാദേശിക സഭയിൽ, സ്ഥലം സഭയ്ക്കുള്ളിൽ ശുശ്രൂഷകനായിട്ട് തിമോത്തിയോസ് കടന്നു ചെല്ലുമ്പോൾ തിമോത്തിയോസ് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, ഈ നിലയിൽ രക്ഷയുടെ അനുഭവം ഇല്ലാത്ത വ്യക്തികളെ കൊണ്ടുണ്ടാകുന്ന തലവേദനയാണ്. ഞാൻ നാട്ടുഭാഷയിൽ അങ്ങ് പറയുന്നുള്ളൂ, തലവേദനയാണ്. ഇവരെന്നും സഭയ്ക്കൊരു തലവേദനയായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സ്ഥലസഭകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സഭയിൽ എന്ത് ആത്മീക ശുശ്രൂഷ വെച്ചാലും അതിന് ഇടങ്കോലിടുന്ന ചില വിരുദ്ധന്മാർ ഈ സഭയ്ക്കുള്ളിലുണ്ടാവും. അവർക്ക് സാമർഥ്യം കൂടുതലായിരിക്കാം, സമ്പത്ത് കൂടുതലായിരിക്കാം, സ്വാധീനം കൂടുതലായിരിക്കാം, ഉത്സാഹമൊക്കെ കൂടുതലായിരിക്കാം, ഭക്തിയുടെ വേഷം കൂടുതലായിരിക്കാം. പക്ഷെ സഭയുടെ ആത്മീക വളർച്ചയ്ക്ക് മുന്നോട്ട് പോകുന്നതിന്, സുഗമമായി പ്രവർത്തിക്കുന്നതിന് ഇവരെന്നും ഒരു ഇടങ്കോലായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചിലർ നേതൃസ്ഥാനത്തായിരിക്കും, ചിലർ വിശ്വാസികളുടെ ഗണത്തിലായിരിക്കും. ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവരെ എങ്ങനെ തിരിച്ചറിയാം? നമ്മൾ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ലിസ്റ്റ് 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ 19 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം ലിസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കില്ലെങ്കിലും ഒറ്റ വാക്കിലൊന്ന് വായിക്കാം. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും, വമ്പ് പറയുന്നവരും, അഹങ്കാരികളും, ദൂഷകന്മാരും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, നന്ദികെട്ടവരും, അശുദ്ധരും, വാത്സല്യമില്ലാത്തവരും, ഇണങ്ങാത്തവരും, ഏഷണിക്കാരും, അജിതേന്ദ്രിയന്മാരും, ഉഗ്രന്മാരും, സൽഗുണദോഷികളും, ദ്രോഹികളും, ധാർഷ്ട്യക്കാരും, നിഗളികളുമായി, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. തിമോത്തിയോസിനുള്ള നിർദ്ദേശം ഇതാണ്. ഇത്രയും കൂട്ടം ആളുകളെ തിമോത്തിയോസ് വിട്ടൊഴിയണം, അവരുമായിട്ട് സംസർഗം പാടില്ല എന്ന് തന്നെയാണ് പൗലോസ് ഓർപ്പിക്കുന്ന വിഷയം. അതിന് കാരണം എന്താ? സംസർഗ ഗുണം എന്ത് സംഭവിക്കും? നമ്മൾ പറയുന്നുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടൊരു സൗരഭ്യം. ഈ സംസർഗം, ഇതേ സ്വഭാവം നമ്മളിലേക്ക് പകർത്തുമെന്നുള്ളതിനാൽ ഇവരെ സൂക്ഷിക്കണമെന്ന് തിമോത്തിയോസിന് പൗലോസ് നിർദ്ദേശം കൊടുക്കുക. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. എന്താണ് സ്വസ്നേഹം? നമുക്കറിയാം, എല്ലാ മനുഷ്യർക്കും സ്വയസ്നേഹമുണ്ട്, തന്നോട് തന്നെ ഒരു സ്നേഹം. ആ സ്നേഹം അതിൽ തന്നെ തെറ്റല്ല. എല്ലാവരും തന്നെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ കരുതുന്നതും, നമുക്ക് നല്ലൊരു പ്രൊഫഷൻ, നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ്, നമ്മുടെ ആത്മീയ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണം എന്ന് നാം ചിന്തിക്കാൻ നമ്മോട് തന്നെ നമുക്കുള്ള ഒരു സ്നേഹമാണ്. ആ സ്നേഹമല്ല ഇവിടെ പറയുന്ന വിഷയം. ഇവരുടെ വിശ്വാസ, ഈ സ്വസ്നേഹികളുടെ പ്രത്യേകത, ഇവരുടെ ആത്മീക ജീവിതത്തെക്കാൾ ഇവരുടെ ജഡീക ജീവിതത്തെ, അല്ലെ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവര് സ്വസ്നേഹികൾ എന്ന് പറയുന്നത്. ഇവരുടെ ഔട്ട്ലുക്ക്, കാഴ്ചപ്പാട് ലോകത്തിൽ ബെസ്റ്റ് ആയിരിക്കണം. ഒരു സ്ഥലസഭ എടുത്തെങ്കിൽ ആ സഭ ഏറ്റവും ടോപ്പായിട്ട് എല്ലാവരും എന്നെ അനുസരിച്ച് ജീവിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം, ഇത് ആത്മീയന്മാർക്കുണ്ട്. ഇതെല്ലാം മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു ബൗണ്ടറി ഉണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ എല്ലാ മനുഷ്യർക്കും നേതൃസ്ഥാനം ഇഷ്ടമാണ്. അത് ആദ്യകാലം മുതലേ ഉള്ളൊരു വിഷയമാണ്. എല്ലാ മനുഷ്യർക്കും എല്ലാവരാലും അറിയപ്പെടുക, എല്ലാവരാലും ആദരിക്കപ്പെടുക, എല്ലാവർക്കും ഒരു ലീഡറായി തീരുക, ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന
ചിന്തയാണ്. എന്നാൽ ഒരു സ്ഥലം സഭയ്ക്കുള്ളിലേക്ക് ഈ വിഷയം കടന്നു വരുമ്പോൾ ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തിൽ ഇവൻ സ്വസ്നേഹി എന്ന് പറയുന്നത് ഇവന്റെ ആത്മീക ജീവിതത്തെക്കാൾ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഇവന്റെ സ്നേഹത്തെക്കാൾ ഇവനെ തന്നെ സ്നേഹിക്കുന്നു. ദൈവവചനത്തോടുള്ള സ്നേഹത്തെക്കാൾ ഇവനെ തന്നെ സ്നേഹിക്കുന്നു. ഇവനെ തന്നെ എന്ന് പറയുമ്പോൾ ഇവന്റെ ജഡത്തെ എന്നുള്ളതാണ് ഇവിടെ അതിലെ കൺസെപ്റ്റ്. നമുക്ക് താഴോട്ട് ആ വിഷയം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആ വാക്ക് പറഞ്ഞത് എന്നതിന്റെ വിശദീകരണം അടുത്ത പോയിന്റുകളിലാണ് തെളിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ലോകപ്രകാരം ലോകത്തിന്റെ സ്റ്റൈലിൽ ജീവിക്കാനുള്ള വ്യഗ്രത, താല്പര്യം, അതിയായ ആഗ്രഹം ഒരു വിശ്വാസിയിൽ ഉണ്ടാകുകയും അവൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞു സഭയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ആ കൂട്ടം ആളുകൾ ഇവർ ഈ ദുരുപദേശത്തിന് അല്ലെങ്കിൽ ദുർഘടങ്ങൾക്ക് അല്ലെങ്കിൽ ദുർഘടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. നമുക്കറിയാം ഒരു വിശ്വാസി ഒരു സഭയ്ക്കുള്ളിൽ ഈ ലോകപ്രകാരം ഒരു സ്റ്റൈലൊക്കെ ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പതിയെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. കാരണം മനുഷ്യന്റെ ടെൻഡൻസി എപ്പോഴും എന്താണോ ദൈവം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് ചെയ്യുവാനായിട്ടുള്ള ടെൻഡൻസിയാണ് മനുഷ്യ ഹൃദയത്തിലുള്ളത്. അതെന്റെ നിങ്ങളുടെ ഒക്കെയും ഹൃദയത്തിൽ അങ്ങനെ തന്നെയുള്ളത്. എന്ത് വിലക്കിയിരിക്കുന്നുവോ അതിലേക്ക് ഒരു അട്രാക്ഷൻ നമുക്കുണ്ടാവും. അപ്പോൾ ഒരു സഭയ്ക്കുള്ളിൽ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം? ലോകത്തെ അനുകരിക്കരുത്, ലോകപ്രകാരം ചിന്തിക്കരുത്, ലോകവീക്ഷണത്തിൽ ഇടപെടരുത് എന്നുള്ള നിലയിൽ വചനം പറയുമ്പോൾ അങ്ങനെ ഒരു വിശ്വാസി സഭയ്ക്കുള്ളിൽ നിൽക്കുമ്പോൾ പല വിശ്വാസികളും അല്ലെങ്കിൽ ഭൂരിഭാഗം വിശ്വാസികളും ഈ ഒരു വശീകരണത്തിലേക്ക് മാറുകയും കാലക്രമേണ അത് ആ സഭയുടെ സ്റ്റൈലായി മാറുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇന്ന് നമ്മുടെ പല സഭയിലും അങ്ങനെ ഉണ്ട് എന്നുള്ളൊരു പരമാർത്ഥമാണ്. അപ്പോൾ സ്വസ്നേഹം എന്ന് പറയുന്നത് അന്ത്യകാലത്ത് അല്ലെങ്കിൽ സഭാപരിപാലന രംഗത്ത് ആത്മീക വിഷയങ്ങളെക്കാൾ തന്റെ ജഡത്തിന്റെ താല്പര്യങ്ങളെ സ്നേഹിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ സഭയ്ക്കുള്ളിലുണ്ട്. അവരെയാണ് സ്വസ്നേഹികൾ എന്ന് പറയുന്നത്. തന്നെത്താൻ നമ്മളോട് തന്നെ നമുക്കുള്ള സ്നേഹം അതിൽ തന്നെ തെറ്റല്ല, അത് നന്മയ്ക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി, നമ്മുടെ ആത്മീയ ജീവിതം ഏറ്റവും ബെസ്റ്റ് ആകണം എന്നുള്ളതിന് നമ്മളെ തന്നെ സ്നേഹിച്ചാൽ അത് തെറ്റില്ല. പക്ഷെ ഇവിടെ പറയുന്ന വിഷയം ഇത് ദൈവസഭയ്ക്ക് വിരോധമായി ദൈവസഭയിൽ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്ന, ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഇവിടെ സ്വസ്നേഹത്തെ പറയുന്നത്. അല്ലാതെ ഒരു മനുഷ്യൻ തന്നെ സ്നേഹിക്കുന്നതിനെ ദൈവവചനം തെറ്റായിട്ട് പറയുന്നില്ല. എന്നാൽ ആത്മീക വിഷയത്തെക്കാൾ, ദൈവത്തെക്കാൾ, ദൈവവചനത്തെക്കാൾ തൻ്റെ ഇഷ്ടങ്ങളെയും തൻ്റെ താല്പര്യങ്ങളെയും ലോകപ്രകാരമുള്ള തൻ്റെ കാഴ്ചപ്പാടുകളെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ആ സഭയ്ക്ക് ഒരു ദുർഘട വിഷയമാണ്, ഒരു ഡിഫിക്കൽറ്റി ആണ് എന്ന് പറയുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ വിഷയം ദ്രവ്യാഗ്രഹം. ഈ പണക്കുതിയന്മാർ, ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാല് പല നിലകളിലുണ്ട്. പണത്തോടുള്ള ഒരു ആർത്തി അത് ദ്രവ്യാഗ്രഹമാണെന്ന് പറയാം. എല്ലാ മനുഷ്യർക്കും പണം ആവശ്യമാണ്, പണത്തോടൊരാഗ്രഹം അതും അതിൽ തന്നെ തെറ്റല്ല. എന്നാൽ തനിക്ക് ആവശ്യമുള്ളതിലധികം സ്വരൂപിക്കുവാനായിട്ടുള്ള വ്യഗ്രത, തനിക്ക് പ്രാപിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ പ്രാപിക്കാനുള്ള ശ്രമങ്ങള്, തനിക്ക് സൂക്ഷിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ സമ്പാദിക്കാനുള്ള വ്യഗ്രത, ഈ മൂന്ന് കാര്യങ്ങൾ. തനിക്ക് ആവശ്യമുള്ളതിലധികം. മനുഷ്യന് പണത്തിന് വേണ്ടിയുള്ള ആവശ്യം ഒരിക്കലും കുറയത്തില്ല. കാരണം 500 ഉള്ളവന് അത് 1000 ആയാലും 1000 തികയാതെ വരുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവവചനപ്രകാരം നാം ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് യോഗ്യമായി മാന്യമായി ജീവിക്കാൻ മതിയായത് ദൈവം തരും. അതിനുള്ള ജോലിയും കാര്യങ്ങളും ഒക്കെ ദൈവം തരും. അപ്പോൾ നമുക്ക് മതിയായത്, അതായത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ പരിമിതി എവിടം വരെയാണെന്നുള്ളത് നമ്മുടെ ജീവിത നിലവാരമായിട്ട് ചേർന്ന് നിൽക്കുന്ന വിഷയമാണ്. അത് ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. കൃത്യം 500, കൃത്യം 1000 എന്ന് വെച്ച് നമുക്ക് ജനറൽ സിസ്റ്റം അതിനകത്ത് കൊണ്ടുവരുവാനായിട്ട് കഴിയില്ല. ഓരോ വ്യക്തികളും അവരായിരിക്കുന്ന ജീവിത നിലവാരത്തിൽ അവർക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ സമ്പാദിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, രണ്ടാമതായിട്ട് തനിക്ക് നേടുവാൻ കഴിയുന്നതിലും, ഇവിടെ കൈക്കൂലിയും കാര്യങ്ങളൊക്കെ നമ്മൾ ദിവസവും കൈക്കൂലിക്ക് പിടിക്കുന്നു, പിന്നെ കള്ളനോട്ട് വ്യാപാരം ചെയ്തപ്പോൾ ഇത് വായിക്കും. ഇതെന്തുകൊണ്ടാണ്? മനുഷ്യൻ തനിക്ക് ആവശ്യമുള്ളത് കൂടുതൽ സ്വരൂപിക്കേണ്ട അവസാനം എന്ത് സംഭവിക്കും? അവർ മരിക്കുമ്പോൾ അവരുടെ സ്വത്തുക്കൾ എവിടെയാണ്? അവർ തലമുറകൾക്ക് പോലും അറിയാത്ത വിധം ബിനാമി സ്വത്തുകളൊക്കെ സമ്പാദിക്കുന്നുണ്ട്. വിശ്വാസികളുടെ ഇടയ്ക്കും ഇങ്ങനെ ദ്രവ്യാഗ്രഹ മനോഭാവമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. തനിക്ക് സൂക്ഷിക്കാവുന്നതിലധികം എന്ന് പറഞ്ഞാൽ തനിക്ക് ഉൾക്കൊള്ളാവുന്നതിലധികം പണം സമ്പാദിക്കുവാനായിട്ടുള്ള വ്യഗ്രത, ഇതാണ് ദ്രവ്യാഗ്രഹത്തിലേക്ക് വരുന്ന വിഷയം. പണം ഉണ്ടാകാനുള്ള ആഗ്രഹം അതിൽ തന്നെ തെറ്റല്ല. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പണം ഉണ്ടാകണം, ആവശ്യമാണ്. അതിനുവേണ്ടി നാം സ്വീകരിക്കുന്ന മാർഗങ്ങളെയാണ് ദൈവം വീക്ഷിക്കുന്നത്. ഏത് വിധേനയും പണം സമ്പാദിക്കാനായിട്ട് നടക്കുന്നവർ സഭയ്ക്കുള്ളിൽ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്ന വ്യക്തികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന വമ്പ് പറയുന്നവര് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം തന്നിലേക്ക് തന്നെ സ്വീകരിച്ച് ഞാനൊരു വലിയ സംഭവമാണ് എന്ന് ക്ലെയിം ചെയ്യുന്ന ആളുകൾ. അത് പല നിലകളിലുണ്ട്.
വചനപരിജ്ഞാനം സംബന്ധിച്ചോ അല്ലെങ്കിൽ ഉപദേശം സംബന്ധിച്ചോ അല്ലെങ്കിൽ ജീവിത സാക്ഷ്യം സംബന്ധിച്ചോ ഞാൻ വലിയ സംഭവമാണ് എന്ന് പറയുന്ന ആളുകൾ, ബമ്പ് പറയുന്നു പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം തന്നിലേക്ക് തന്നെ എടുക്കുന്ന ആളുകൾ അതിനുണ്ട്. പിന്നെ ഭോഗപ്രിയരായി എന്ന് നമ്മൾ അതിന്റെ 5-ാം വാക്യത്തിലേക്ക്, അതിന് മുമ്പ് കുറെ വിഷയങ്ങളുണ്ട്. അജിതേന്ദ്രിയന്മാര്, ഇന്ദ്രിയ ജയങ്ങൾ ഇല്ലാത്തവര് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ജയം, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകൾ, അങ്ങനെ ഒത്തിരി ആളുകൾ ഉണ്ട് ഇതിനകത്ത്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യം നമുക്കറിയാം. നന്ദി കെട്ടവരും അശുദ്ധരും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വിശുദ്ധി കാത്ത് സൂക്ഷിക്കാത്തവര്, ഏഷന് പറഞ്ഞു നടക്കുന്നവര്, അത് മനുഷ്യർക്ക് കോമൺ ആണ്. പക്ഷെ അതിനും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാകണം. ഇങ്ങനെ ഈ ഏഷന് പറഞ്ഞ് സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്ന ആളുകളും വർദ്ധിച്ചു വരുന്നു ഈ കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ തിമോഥെയോസ് സഭയിൽ ശുശ്രൂഷയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വലിയ കൂട്ടം ആളുകൾ, ഈ വലിയ കൂട്ടം എന്ന് പറഞ്ഞാൽ ഇത് ഒരു വ്യക്തിയിൽ തന്നെ ഈ സ്വഭാവങ്ങളെല്ലാം വരാം, ചിലപ്പോൾ 2-3 വ്യക്തിയിലായിട്ട് വരാം. ഇങ്ങനെയുള്ള ഈ പ്രകൃതങ്ങൾ ആത്മീക ശുശ്രൂഷ രംഗത്ത് ശുശ്രൂഷകന് ഒരു തടസ്സമായിട്ട് വരും എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ. ഇവിടെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ, 4-ാം വാക്യത്തിൽ വരുമ്പോൾ അവർ ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും. അപ്പോൾ ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു മനോഭാവത്തെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ, നമ്മൾ 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. 2 തിമോഥെയോസ് 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ വരുമ്പോൾ അവര് ഉഗ്രന്മാരാണ്. ഈ സഭയ്ക്കുള്ളിൽ ഉഗ്രന്മാരുണ്ട്, മല്ലന്മാരെ പോലെ ഉള്ളവരുണ്ട്. അവരാണ് എല്ലാം എന്നൊരു ഭാവത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകളാണ് ഈ ഉഗ്രന്മാര്. അവർ സൽഗുണദോഷികള് എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഇവർ ദ്രോഹികളുമാണ്, ധാർഷ്ട്യക്കാരുമാണ്. സഭയ്ക്ക്, വിശ്വാസികൾക്ക് ദ്രോഹം വരുത്തുന്ന നിലയിലേക്ക് ഈ വിഷയങ്ങൾ മാറുന്നു എന്നുള്ള വിഷയം അവിടെ ഓർക്കുക. എന്നാൽ ഈ പറഞ്ഞു വന്നതിന്റെ രത്നചുരുക്കമാണ് 5-ാം വാക്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു വരുന്ന ഇന്റർപ്രിട്ടേഷൻ അല്ലെ അതിന് കൊടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ 5-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 5-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന 4 വാക്യത്തിന്റെ അവസാനം, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ സഭയ്ക്കുള്ളിൽ ഒരു കൂട്ടം ആളുകൾ, ഇവർ വന്നിട്ട് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഭക്തിയുടെ വേഷം ധരിക്കുന്നവരാ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആത്മീക പരിവേഷം ഇവർക്കുണ്ടാകും. ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും നല്ല ഭക്തനായിരിക്കുന്ന ഒരു വിശ്വാസി വേറെ ഇല്ലെന്ന് വിചാരിക്കും. അവര് രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ടുണ്ട്, കൂടിവരവുകളിലൊക്കെ ഉത്സാഹികളാണ്, പ്രവർത്തനങ്ങളിലൊക്കെ ഉത്സാഹികളാണ്. ബാഹ്യമായി നമ്മൾ നോക്കുമ്പോൾ ഭക്തിയുടെ വേഷം ധരിക്കുന്ന ആളുകൾ, ഇങ്ങനെ ചെയ്യുന്നവരെല്ലാം രക്ഷിക്കപ്പെടാത്തവരല്ല എന്നാണ് ഞാൻ പറയുന്ന ആശയത്തിൽ തന്നെ വിഷയങ്ങൾക്കായി ഉൾക്കൊള്ളുവാനായിട്ട് ശ്രദ്ധിക്കുക. സഭയിൽ ഭക്തിയുടെ വേഷം ധരിച്ച ഒരു കൂട്ടം ആളുകൾ, എല്ലാവരും അങ്ങനെയല്ല, ഭക്തിയുടെ വേഷം ധരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ ഭക്തിയുടെ പ്രകടനങ്ങൾ, പ്രദർശനങ്ങൾ നോർമലിൽ കൂടുതലായിരിക്കും, സ്വാഭാവികമായതിൽ കൂടുതലായിരിക്കും. അവർ പ്രാർത്ഥിക്കുമ്പോൾ, അവർ വചനം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഭക്തിയുടെ പ്രദർശനം മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നാൽ അതേ സമയത്ത് മറ്റ് വിശ്വാസികളുടെ ആത്മീക ജീവിതത്തിൽ ഒരടി മുന്നോട്ട് വയ്ക്കുവാൻ അനുവദിക്കാതെ തടസ്സമായി നിൽക്കുന്ന ആളുകളായിരിക്കും ഇവർ. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്ന വിഷയം, അവർ പറയുന്നത് ദൈവപ്രിയമില്ലാതെ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സ്നേഹമില്ലാതെ ഭോഗപ്രിയരെ, എന്താണ് ഭോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന് അല്ലെങ്കിൽ തന്റെ ജഡത്തിന്റെ ഭൗമികമായിരിക്കുന്ന വിഷയത്തിൽ താല്പര്യമുള്ള ഒരു വ്യക്തി. ആത്മീകത അവർക്കൊരു വിഷയമല്ല, ആത്മീകത അവർക്കൊരു അലങ്കാരം മാത്രമാണ്, അവർക്കൊരു ബാഹ്യമായ പുറംമൂടി മാത്രമാണ് ഈ ആത്മീകത എന്ന് പറയുന്നത്. അവർ പ്രാർത്ഥിക്കുന്നത്, വചനം വായിക്കുന്നത്, ചിന്ത പറയുന്നത്, കൂടിയൊരുവൾക്ക് വരുന്നത്, സുവിശേഷ വേലയ്ക്ക് പോകുന്നത് എല്ലാം ഇവർക്ക് ഈ സഭയിൽ ഒരാളായി നിൽക്കാൻ വേണ്ടിയുള്ള പുറംമൂടി മാത്രമാണ്. അങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ തിമോഥെയോസിനെ പോലെ ഉള്ള വ്യക്തികൾ എന്ത് ചിന്തിക്കും? ഇത്രയും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സഭയ്ക്കൊരു മൂപ്പനായിട്ട് നിയമിക്കുന്നതിൽ എന്താണ് പ്രശ്നം? വളരെ പ്രാർത്ഥനയ്ക്കുള്ള ആ ഒരു ഭവ്യതയുണ്ട്,
വചനം പറയുമ്പോൾ നല്ല ആവേശമുണ്ട്, വേലയിൽ നല്ല ഉത്സാഹമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നേരെ പിടിച്ചങ്ങ് മൂപ്പനാക്കിയേക്കാന്ന് വെക്കുമ്പോൾ പൗലൂസ് ദൈവാത്മാവിൽ ഓർപ്പിക്കുന്ന വിഷയം, ഇവർ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവർ. അതായത് ദൈവഭക്തിയുടെ ശക്തി ത്യജിക്കുന്ന ആളുകളായിട്ടാണ് ഇവർ സഭയിൽ നിൽക്കുന്നത് എന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഓരോ സഹോദരൻ ആത്മീയമായി ഉത്സാഹം കാണിച്ചാൽ ഉടനെ അവൻ ജഡീകനാണ്, അല്ലെങ്കിൽ അവൻ ഈ ദുർഘട ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്നല്ല അതിന്റെ ആശയം. ഇവിടെ തിമത്യോസിന് പൗലോസ് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ തിമത്യോസ് വിഷയങ്ങളെ, വ്യക്തികളെ, സഭയിലെ ശുശ്രൂഷകളെ വ്യക്തമായി വിശകലനം ചെയ്യുവാൻ തക്കവണ്ണം പരിജ്ഞാനം പ്രാപിച്ച വ്യക്തിയായിട്ട് കൃപയോടുകൂടി നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന വിഷയം ഓർപ്പിക്കുകയാണ്. ഇപ്പൊ ഒരു വ്യക്തിയെ നോക്കിയിട്ട് അദ്ദേഹം രക്ഷിക്കപ്പെട്ടതല്ല എന്ന് പറയാൻ ദൈവം നമ്മളെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഒരു വ്യക്തിയെ നോക്കിയിട്ട് അവൻ ജഡികനാണെന്ന് പറയുവാൻ നമ്മളെ ആരെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ഒരു സഹോദരൻ ഒരു കുറവ് കണ്ടു കഴിഞ്ഞാൽ സഹോദരൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുവാനുള്ള ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവന്റെ ആത്മീയ നിലവാരം അളക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ ശുശ്രൂഷകന്മാരെ സഭയിലാക്കുമ്പോൾ അവർക്ക് വേണ്ട യോഗ്യതകൾ, അവർക്ക് വേണ്ട കൃപകൾ, ഇതൊക്കെയും സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങളൊക്കെ തിമത്യോസിന് കൊടുത്തതിന് ശേഷം പ്രായോഗിക തലത്തിൽ തിമത്യോസ് സഭയ്ക്കുള്ളിൽ കടന്നു ചെല്ലുമ്പോൾ തിമത്യോസ് ഫേസ് ചെയ്യാൻ പോകുന്ന, അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് 3-ാം അധ്യായത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഭക്തിയുടെ വേഷം ധരിച്ച് ഭോഗപ്രിയരായി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെയുണ്ട്. അവരെ നീ സഭയുടെ ശുശ്രൂഷ സ്ഥാനത്തേക്ക്, നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ വിപത്താണ് എന്നുള്ള മുന്നറിയിപ്പാണ് തിമത്യോസിന് പൗലോസ് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾക്കറിയാം, പല സഭകളിലും വിശ്വാസികളെക്കാട്ടിലും പ്രശ്നം ശുശ്രൂഷകന്മാരെ കൊണ്ടാണ്. അത് ഒരുപക്ഷെ സുവിശേഷന്മാരായിരിക്കാം, അല്ലെങ്കിൽ മൂപ്പന്മാരായിരിക്കാം, അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കാം. വിശ്വാസികൾക്ക് തലവേദനയായിട്ട് ഈ ശുശ്രൂഷകന്മാർ നിൽക്കുക. അതിന് കാരണം എന്താണ്? ഈ ദൈവകൃപ അല്ലെങ്കിൽ ദൈവവചനം അനുശാസിക്കുന്ന വ്യവസ്ഥതയിൽ നിന്നുകൊണ്ട് ആ ശുശ്രൂഷ സ്ഥാനത്തേക്ക് ആളുകൾ അവരോധിക്കപ്പെടുന്നതിന് ഇടയാകാതെ വന്നതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ. അങ്ങനെയുള്ള വിഷയങ്ങൾ സഭയ്ക്കുള്ളിൽ സംഭവിക്കാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം 100% പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നില്ല. ഒരാളെ നിയമിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റ് പറ്റിയെന്നിരിക്കാം. പക്ഷേ ദൈവസഭയിൽ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ തിമത്യോസിന് പൗലോസ് കൊടുക്കുന്ന നിർദ്ദേശം, നീ വളരെ ജാഗ്രതയോടെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അതിൽ നമുക്ക് ലഭിക്കുന്ന പാഠം എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ സ്ഥലസഭയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഏത് ശുശ്രൂഷയും നാം ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ അത് ചെയ്യുവാനായിട്ട് ഇടയായി തീരണമെന്ന് ശുശ്രൂഷന്മാർ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇവിടെ തിമത്യോസിന് പൗലോസ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അതിന്റെ ആശയം എന്താണ്? ഇവിടെ തിമത്യോസിന് കൊടുക്കുന്ന നിർദ്ദേശം എന്താ? സഭയിൽ മൂപ്പന്മാരെ നിയമിക്കുക എന്നുള്ളതാണ് തിമത്യോസിനുള്ള ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വമായിട്ട് തിമത്യോസിന് പൗലോസ് അയക്കുമ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഈ 19 കൂട്ടം യോഗ്യതകളുള്ള ആളുകൾ ഈ സഭയ്ക്കുള്ളിൽ വരുമ്പോൾ നീ അവരെ വിട്ടൊഴിയണം എന്ന് തിമത്യോസ് പറയുന്നു. ഇത് ദുർഘട സമയം എന്ന് പറയാൻ കാരണം എന്താ? ഈ തിമത്യോസ് സഭയ്ക്കുള്ളിൽ കടന്നു ചെല്ലുമ്പോൾ ഇവിടെ സഭയിൽ ഏറ്റവും ആക്റ്റീവായിട്ട് നേതൃത്വങ്ങളൊക്കെ ചെയ്തു വരുന്ന കൂട്ടം ആളുകൾ ഇവരാണ്. അപ്പൊ അവരെ മൂപ്പന്മാരാക്കിയില്ലെങ്കിൽ തിമത്യോസ് ഫേസ് ചെയ്യാൻ പോകുന്ന ആ അവസ്ഥയ്ക്കാണ് ദുർഘട സമയം എന്ന് പറയുന്നത്. എന്നാൽ ദൈവാത്മാവ് പൗലോസ് മുഖാന്തരം തിമത്യോസിന് കൊടുക്കുന്ന നിർദ്ദേശം, നീ അവരെ വിട്ടൊഴിഞ്ഞിരിക്കുക. നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകരുത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ നേതൃസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ യോഗ്യമല്ല. ഒരു സുവിശേഷന്റെ ജീവിതം യോഗ്യമല്ല, ഒരു മൂപ്പന്റെ ജീവിതം യോഗ്യമല്ല, ഒരു ഉപദേഷ്ടാവിന്റെ ജീവിതം യോഗ്യമല്ല, കൂട്ടു സഹോദരന്റെ ജീവിതം അത് വചനപ്രകാരമല്ല എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടാൽ വിട്ടൊഴിഞ്ഞു നിൽക്കേണ്ട ഉത്തരവാദിത്വം വ്യക്തിപരമായി നമ്മൾക്കുണ്ട്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സംസർഗ ഗുണം ബഹുവിശേഷം. സംസർഗം കൂടും തോറും ആ സ്വഭാവം മൊത്തം നമ്മളിലേക്ക് കടന്നു വരും. ആത്മീകനായി ജീവിക്കുവാൻ ആഗ്രഹിക്കാൻ നമ്മൾ നിമിഷ നേരം കൊണ്ട് ജഡികനായി മാറിപ്പോകുവാനായിട്ട്, വിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങി പോകുവാനായിട്ട്, ദൈവം നാമത്തിന് അപമാനമായി തീരുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ഇനി ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളുടെ മറ്റൊരു പ്രത്യേകത 6-ാം വാക്യത്തിൽ വരുമ്പോൾ, അവർ വീടുകളിൽ നുഴഞ്ഞുകയറുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്ക് അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനിക്കുകയും
ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. നമ്മൾ അതിന്റെ ഏറ്റവും ലളിതമായ ഒരു ആശയം ഇങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ ഇവിടെ സ്ത്രീകളെ കുറ്റപ്പെടുത്തിയല്ല പൗലോസ് അപ്പോസ്തലൻ ഈ വാക്ക് പറയുന്നത് ഓർക്കുക. അവർക്കൊരു പരിജ്ഞാനം, അതും എല്ലാ സ്ത്രീകളെ കുറിച്ചല്ല, ചില സ്ത്രീകളെ കുറിച്ചാണ്. അത് 1-ാം നൂറ്റാണ്ടും അല്ലെങ്കിൽ മനുഷ്യ ചരിത്രം ആരംഭിച്ച കാലം മുതൽ തന്നെ ചില സ്ത്രീകൾ അങ്ങനെയുണ്ട്, ചില പുരുഷന്മാരും അങ്ങനെയുണ്ട്. എന്നാൽ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന പാഠം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികൾക്ക് വീടുകളിൽ ആക്സസ് ഉണ്ട്, പക്ഷെ അത് പിൻവാതിൽ വഴിയാണ്. അവരൊരിക്കലും വെളിച്ചത്ത് വന്ന് ഒരു കാര്യവും ചെയ്യത്തില്ല. അവർ പാപങ്ങളെ വീടിന്റെ പുറകിൽ കൂടെ വലിച്ചിഴച്ച് വീടുകൾക്കുള്ളിൽ, സഭയിൽ നിൽക്കുന്ന വ്യക്തികളുടെ വീടുകൾക്കുള്ളിലേക്ക് പാപങ്ങളെ കൊണ്ടുവരും. അത് ദുരുപദേശമായിരിക്കാം, ജീവിതത്തിലെ കുറ്റങ്ങൾ, പാപങ്ങളായിരിക്കാം. ഇതിനെ വലിച്ചിഴച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ആളുകളാണ് ഈ ആളുകൾ. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇവർ എന്നിട്ട് അതിന് താഴെ 8-ാം വാക്യത്തിൽ വരുമ്പോൾ ഒരു ഉദാഹരണം കൂടെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ വിഷയം നമുക്ക് മനസ്സിലാകും. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യന്നേസും യംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദൈവവചനത്തോട് എതിർത്ത് നിൽക്കുന്ന ആളുകളാണ് ഇവർ. ഈ മുകളിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞ ഈ ദുർഘടങ്ങളായ ഡിഫിക്കൽറ്റി സഭയിൽ ഉണ്ടാക്കുന്ന ഈ കൂട്ടം ആളുകൾ, ഇവർ സത്യത്തോട് അല്ലെങ്കിൽ ദൈവവചനത്തോട്, ദൈവിക പ്രമാണത്തോട് എതിർത്ത് നിൽക്കുന്നവരാണ്. സഭയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങളെ സഭ പിന്തുടരുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ആളുകളാണ് ഇവർ. ഈ യന്നസും യംബ്രസും എന്ന് പറയുന്നത് മോശയോട് എതിർത്ത് നിന്ന 2 വ്യക്തികളാണ്. ഇവരുടെ പേര് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നില്ല. എന്നാൽ ഇവരെക്കുറിച്ച് ഈ ഇസ്രായേലിന്റെ പുരാണങ്ങളിൽ, ഹിസ്റ്ററികളിൽ അല്ലെങ്കിൽ അവരുടെ സ്റ്റോറികളിൽ പറയുന്ന വിഷയം, ഈ യന്നസും യംബ്രസും എന്ന് പറയുന്നത് ഇസ്രായേലിൽ മോശ മിസ്രൈമിൽ നിന്ന് പുറപ്പെടാൻ നേരം, ആദ്യം നമ്മൾ പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ മന്ത്രവാദികൾ, മിസ്രൈം മന്ത്രവാദികളും മോശ വടി നിലത്തിട്ടപ്പോൾ ഉടനെ അത് പാമ്പായി. ഉടനെ മന്ത്രവാദികൾ വടി നിലത്തിട്ട് ഉടനെ അതും പാമ്പായി. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവത്തിന്റെ പ്രവൃത്തിയെ അവരെന്ത് ചെയ്തു? അതല്ലെന്നാക്കി അവർ തീർത്തു. അവരുടെ ദൈവമാണെന്നുള്ള പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരത്തക്ക നിലയിൽ പ്രവർത്തിച്ചു. അവർ 7-ാം അധ്യായത്തിൽ 8-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെ പല സന്ദർഭങ്ങൾ കാണുന്നുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ഇവർ സത്യത്തോട് എതിർത്ത്, അതായത് ദൈവിക പ്രവൃത്തിക്കെതിരെ ഇവർ നിന്നുകൊണ്ട് അത് ദൈവികം എന്ന നിലയിൽ അവർ ചെയ്തു കൂട്ടുകയാണ്. അങ്ങനെയുള്ള ആളുകൾ സഭയ്ക്കുള്ളിലും വർദ്ധിച്ചു വരുന്നു. അടുത്ത അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവർ അധികം മുഴുക്കയില്ല, മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. അതായത് ഈ യന്നേസും യംബ്രേസും ചെയ്ത പ്രവൃത്തികൾ അത് ദൈവികമായിരുന്നില്ല എന്ന് വെളിപ്പെട്ടതുപോലെ, അതായത് തുടർന്നുള്ള അത്ഭുതങ്ങളിൽ അവർക്കത് കണ്ടിന്യൂ ചെയ്യുവാൻ, ഫോളോ ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. അവരുടെ അനുകരണങ്ങൾ ആദ്യത്തെ അത് 7-8 അധ്യായങ്ങൾ 1, 2, 3 അത്ഭുതങ്ങൾ കൊണ്ട് അങ്ങ് അവസാനിച്ചു. ബാക്കി 7 ബാധകളിൽ ഈ മോശ ചെയ്ത പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ആത്മീകതയെ അനുകരിക്കുന്നവർക്ക് ഒരു പരിധിയുണ്ട്. അവർ അധികം മുഴുക്കയില്ല, അവരുടെ ബുദ്ധികേട് വെളിപ്പെട്ടു വരും. ഇത് പല നിലകളിൽ വെളിപ്പെട്ടു. ഒന്നുകിൽ അവരുടെ ജീവിതത്തിലെ സാക്ഷ്യക്കേടുകൾ വെളിപ്പെട്ടു വരും, അല്ലെങ്കിൽ അവരുടെ ഉപദേശത്തിലെ ഉപദേശത്തിലെ വൈകൃതത്താൽ ഈ കാര്യങ്ങൾ വെളിപ്പെട്ടു വരുവാനിടയാകും. ഇതാണ് ആദ്യത്തെ സെക്ഷനിൽ തിമോഥെയോസിന് പൗലോസ് കൊടുക്കുന്ന നിർദ്ദേശം. എന്ന് പറഞ്ഞാൽ നീ സഭയിൽ ശുശ്രൂഷകന്മാരെ നിയമിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ സഭയ്ക്കുള്ളിൽ നീ 2 കൂട്ടം ആളുകളെ കാണും. ഒന്ന് ആത്മീകരായി സത്യത്തിന് അനുകൂലമായി ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളും, എന്നാൽ ബാഹ്യമായി ഭക്തിയുടെ വേഷം കെട്ടി ഉള്ളുകൊണ്ട് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കൂട്ടം ആളുകളും. ഈ 2 കൂട്ടം ആളുകളെയും നീ കാണുമ്പോൾ ഇവരിലെ യഥാർത്ഥ മുഖം തിരിച്ചറിയുവാനായിട്ട് നീ ജാഗ്രതയുള്ളവനായിരിക്കണം. ഇതാണ് സഭാപരിപാലന രംഗത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം. ഇന്ന് പല സഭകളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആത്മീകരായ മൂപ്പന്മാരെ സൈഡ് ലൈൻ ചെയ്തിട്ട് തന്ത്രം കൊണ്ടും സാമർഥ്യം കൊണ്ടും ഭക്തിയുടെ വേഷം കൊണ്ടും നേതൃസ്ഥാനങ്ങളിലേക്ക് കടന്നു വന്ന് ആ സഭയിലെ വിശ്വാസികളുടെ എല്ലാം ജീവിതം നരക തുല്യമാക്കുന്ന അനേകര് ഇന്ന് പല സഭകളിലുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ പറയാതെ നിവൃത്തിയില്ല. കാരണം ഇന്നത്തെ സ്ഥലം സഭകളുടെയൊക്കെ ആത്മീക അധപ്പതനത്തിൽ ഈ സഭാ നേതൃത്വങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അവര് സ്നാനപ്പെട്ടവരായിരിക്കാം, ആക്റ്റീവായിട്ട് ശുശ്രൂഷ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കാം, പ്രസംഗിക്കാൻ കഴിവുള്ളവരായിരിക്കാം. പക്ഷെ ഇവരുടെ പ്രശ്നം, ഇവർ ആത്മീകത പ്രദർശിപ്പിക്കുന്നവരാണ്, ഇവർ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ പരാജയപ്പെട്ടു പോകുന്നവരാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവരിൽ പലരും രക്ഷിക്കപ്പെട്ടവരല്ല എന്നു വരും.
ഇങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞാൽ സഹോദര പ്രശ്നമാണ്. തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. പൗലോസ് തിമോഥെയോസിനെ അയക്കുന്ന എഫെസോസ് സഭയിലേക്കാണ് അയച്ചു കൊടുക്കുന്നത്, നമുക്കറിയാം. അവിടെ അയക്കുമ്പോൾ എഫെസോസ് എന്ന് പറഞ്ഞ സഭ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ സഭയ്ക്കുള്ളിൽ ഈ രണ്ട് കൂട്ടം ആളുകളുമുണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റമാണ് സഭയ്ക്കുള്ളിലുള്ളത്. ഇത് ഇസ്രായേൽ ജനത്തിനിടയ്ക്ക് സംഭവിക്കും, ദൈവരാജ്യത്തിൽ സംഭവിക്കും, ഇത് സഭയ്ക്കുള്ളിൽ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലാണ് കർത്താവ് വിതയുടെ ഉപമ പറഞ്ഞത്. ഗോതമ്പ് വിതയ്ക്കാൻ പോയപ്പോൾ കള സാത്താൻ കൊണ്ട് അത് വിതച്ചു എന്ന് പറയും. സഭയ്ക്കുള്ളിൽ ഇത് തന്നെ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് മുതൽ ആരംഭിച്ച സ്ഥലം സഭ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ ചുവടുകൾ മുമ്പോട്ട് വെച്ചപ്പോൾ അതിന്റെ ആത്മീക തീക്ഷ്ണതയും ചൈതന്യവും നഷ്ടപ്പെടുത്തുവാൻ ആദ്യ നാളുകൾ മുതൽ തന്നെ പലവിധ നിലയിൽ പിശാച് അവന്റെ വിത്ത് കൊണ്ട് ഇതിനകത്ത് വിതച്ചിരുന്നു. അങ്ങനെയാണ് ഗലാത്യ ലേഖനമൊക്കെ ഉണ്ടാകാനായിട്ടുള്ള കാരണം. അത് ഈ ശുശ്രൂഷകന്മാരുടെ ഇടയിൽ തന്നെ ആശയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും. നമുക്കറിയാം പത്രോസും പൗലോസും തമ്മിൽ വളരെ ശക്തമായ വാഗ്വാദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ആശയപരമായ വാഗ്വാദം. അതിന്റെ അവസാനം എന്ന് പറയുന്നത് സത്യത്തിന്റെ പക്ഷത്തേക്ക് തെറ്റുള്ള വ്യക്തി കറക്റ്റ് ചെയ്ത് വരുമെന്നുള്ളത്. എന്നാൽ ഈ രക്ഷയുടെ അനുഭവം ഇല്ലാതെ ഭക്തിയുടെ വേഷം കെട്ടി സഭയ്ക്കുള്ളിൽ നിൽക്കുന്ന വിശ്വാസികൾ, ഇവര് രക്ഷിക്കപ്പെട്ടവരല്ലാത്തതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇവർ അന്ത്യം വരെ ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ഇവർ വെളിപ്പെട്ടു വരുന്നത് ചില നാളുകൾക്ക് ശേഷമായിരിക്കും എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. അങ്ങനെയുള്ളവരെ നീ വിട്ടൊഴിഞ്ഞു നിന്നുകൊള്ളണം. രണ്ട് നിലകളിലും വിട്ടൊഴിയണം. ഒന്ന്, അവരെ ശുശ്രൂഷ സ്ഥാനത്തേക്ക് അവരോധിക്കുന്നതിൽ നിന്ന് നീ വിട്ടൊഴിയണം. നമുക്കറിയാം ഇവർ പലരും സ്വയം ശുശ്രൂഷ സ്ഥാനം ഏറ്റെടുക്കുന്നവരാ. അവർ തന്നെത്താനങ്ങ് ശുശ്രൂഷകന്മാരാവുന്നവരാ. അവരിൽ നിന്ന് വിട്ടകന്നു നിന്നുകൊള്ളണം. രണ്ടാമതായിട്ട് ഇവരുടെ സ്വഭാവങ്ങൾ ഇതായതുകൊണ്ട് ഇത് നിന്നിലേക്ക് പകരപ്പെടാതെ നീ നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളണം എന്ന് തിമോഥെയോസിനെ പൗലോസ് ഓർപ്പിക്കുന്നു. ഇനി 10ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ദുർഘടങ്ങളെ, ഈ പ്രതിസന്ധികളെ, ഈ ഡിഫിക്കൽട്ടീസിനെ എങ്ങനെ അതിജീവിക്കാം എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശമാണ് 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് നൽകുന്നത്. 10ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നീയോ, അതായത് ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അവരിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തി തിമോഥെയോസിനോട് പറയുന്ന വിഷയം, തിമോഥെയോസേ നീയോ എൻ്റെ ഉപദേശം, എൻ്റെ നടപ്പ്, എൻ്റെ ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത, ഇത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞു വരിക. അതിന് ഏറ്റവും നമുക്ക് ലളിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പൗലോസിന്റെ ജീവിതത്തെ, തിമോഥെയോസ് നീ എൻ്റെ ജീവിതത്തെ ഒന്ന് നീ നോക്ക്, ഞാൻ ജീവിച്ച പാത നീ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ പറയുവാൻ ഇന്നത്തെ സഭയിലെ ശുശ്രൂഷകന്മാർക്ക് കഴിയണം. ഇന്നത്തെ സുവിശേഷകന്മാർക്ക് ഇത് കഴിയണം. വിശ്വാസികളോട് നിങ്ങൾ എൻ്റെ ജീവിതത്തെ നോക്കുവാനായിട്ട് പറയുവാൻ കഴിയണം. അടുത്ത തലമുറ വരുമ്പോൾ നമ്മൾ ശിഷ്യന്മാരായി രൂപപ്പെടുത്തിയെടുക്കുന്ന വിശ്വാസികളോട് ഒരു വിഷയം സഭയിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്നെ നോക്കാൻ പറയുവാൻ തക്കവണ്ണം നമ്മൾ ആത്മീക പരിജ്ഞാനവും പക്വതയും ജീവിതത്തിൽ നേടിയവരായിരിക്കണം ദൈവത്തിന്റെ ആത്മാ ആഗ്രഹിക്കുകയാണ്. എന്താണ് പൗലോസിന്റെ ഉപദേശം? നമ്മൾ അപ്പസ്തോല പ്രവൃത്തി 20-ാം അധ്യായം 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് ഉപദേശപരമായ നിലയിൽ താൻ ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 20-ാം അധ്യായം 27-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്, എങ്കിലും ഒന്ന് വായിച്ചു പോകാം. 20-27 അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ച് തന്നിരിക്കുന്നു. 20-ാം വാക്യം, പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായി വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. പൗലോസിന്റെ ഉപദേശ ദർശനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ പകർന്നു കൊടുത്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പൗലോസ് പഠിപ്പിച്ച കാര്യങ്ങൾ ദൈവാത്മാവ് പൗലോസിന് കൊടുത്തതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം പൗലോസിനുണ്ടായിരുന്നു. ലഭ്യമായ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ അത് കൃത്യമാണ് എന്നുള്ള ബോധ്യവും പൗലോസിനുണ്ടായിരുന്നു. ഇന്ന് നാം ദൈവവചനവുമായിട്ട് നിൽക്കുമ്പോൾ, നമ്മൾ ദൈവവചനം സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കേണ്ട, പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷകന്മാരുടെ ഹൃദയത്തിൽ ഭരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവത്തിന്റെ ആലോചനയാണ് സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം ശുശ്രൂഷകന്മാർക്കുണ്ടാകണം. അത് വചനത്തെ ശരിയായി വിഭജിച്ച് പഠിച്ചു കൊടുക്കണമെന്നാണ് അതിന്റെ ആശയം. അപ്പൊ തിമോഥെയോസിനോട് പറയാൻ, നീ എന്റെ ഉപദേശം കേട്ടല്ലോ, ഞാൻ നിന്നെ ഉപദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള വിഷയം. മുന്നോട്ട് വായിച്ചു വരുമ്പോൾ ആ വിഷയം മനസ്സിലാകും. ഞാൻ നിന്നെ ഉപദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇനി പൗലോസിന്റെ നടപ്പ് എങ്ങനെയുള്ളതായിരുന്നു? പൗലോസ് എന്താണോ ഉപദേശിച്ചത്
അതിനനുസരിച്ചായിരുന്നു പൗലോസ് ജീവിച്ചത്. അതായിരുന്നു പൗലോസിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത. കർത്താവിന്റെ ജീവിതവും അങ്ങനെയായിരുന്നു. കർത്താവ് എന്താണോ പ്രസംഗിച്ചത് അതിനനുസരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു കർത്താവിനുണ്ടായിരുന്നത്. പൗലോസ് അതേ പാത അനുകരിച്ചത് കൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ എന്ന് പൗലോസ് പറയുവാനായിട്ടുള്ള കാരണം, പൗലോസ് എന്താണോ പഠിപ്പിച്ചത് അത് പൗലോസ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു. അപ്പൊ ഇന്നും ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന വിശ്വാസികളും ശുശ്രൂഷകന്മാരും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ പ്രസംഗിക്കുന്ന വിഷയങ്ങളെ പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിക്കുന്നവരായിരിക്കണം എന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ഇനി പൗലോസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ വരുമ്പോൾ അത് ദാസന്മാരോടുള്ള ബന്ധത്തിലാണ് ആ വിഷയം പറയുന്നത്. അത് പൗലോസിനോട് ബന്ധപ്പെട്ട പൗലോസ് ബോൺ സെർവന്റ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. പൗലോസ് ക്രിസ്തുവിന്റെ അടിമയാണ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. ആ ആശയപ്രകാരം പൗലോസിന്റെ വീക്ഷണം നമ്മൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. അപ്പോൾ കർത്താവിന്റെ വേല ചെയ്തപ്പോൾ പൗലോസിന്റെ ആ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവിന് മഹത്വം ഉണ്ടാകണം, തന്റെ യജമാനന് മഹത്വം ഉണ്ടാകണം. ഇത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടിയല്ല. ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യത്തിൽ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പോലെ ചെയ്യരുത് എന്ന് നമ്മൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ദാനം കൊടുക്കുമ്പോൾ കാഹളം മുതിച്ചിട്ട് കൊടുക്കരുത്, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. ഇനി നമ്മൾ ഈ വിഷയത്തെ നമ്മൾ ആദ്യം വായിച്ച വിഷയമായിട്ടൊന്ന് ലിങ്ക് ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. പല ശുശ്രൂഷകന്മാരും സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർ മനുഷ്യരെ ബോധ്യപ്പെടുത്തേണ്ടതിന് വേണ്ടി ഭക്തിയുടെ ഭാവം നടിച്ചുകൊണ്ട് അവർ ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ പൗലോസ് അങ്ങനെയായിരുന്നില്ല. പൗലോസ് വളരെ കർശനമുള്ള ഒരു വ്യക്തിയായിരുന്നു. താൻ വചനം പറയുമ്പോൾ, താൻ ശാസിക്കുമ്പോൾ, താൻ ഒരു കാര്യത്തിൽ ഒരു വിഷയം പറയുമ്പോൾ കൃത്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. തന്റെ ജീവിതത്തിലും പൗലോസ് അത് കാത്തു സൂക്ഷിച്ചു. അപ്പൊ തിമത്യോസിനോട് പറയുന്നത്, തിമത്യോസേ നീയോ ഞാൻ ഉപദേശിച്ചതുപോലെ, ഞാൻ എങ്ങനെയാണോ ഉപദേശിച്ചത്, ഞാൻ നിന്നെ എങ്ങനെയാണോ പഠിപ്പിച്ചത്, അതുപോലെ നീ അനുകരിക്കുവാനായിട്ട് നിനക്ക് ഉത്തരവാദിത്വമുണ്ടോ. നീ ഇവരുടെ പിന്നാലെ പോകരുത്. ഭക്തിയുടെ വേഷം ധരിച്ച് ഭോഗപ്രിയരായി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ഭക്തിയെ നമ്മൾ വായിക്കുന്നുണ്ട് ആദായ സൂത്രം, ഇതും പൗലോസ് തന്നെ എഴുതുന്നത്. ഭക്തിയെ ആദായ സൂത്രം, വരുമാന മാർഗമായി കാണുന്ന ആളുകൾ, ഇവരെ സഭയ്ക്കുള്ളിലുള്ളവരാ. നമുക്കിങ്ങനെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാം. അവരുടെ ഭക്തിയുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കൂട്ടായ്മ കൊടുത്തു പോകും. അവർക്ക് വേണ്ടതും അതാ. എന്നാൽ അവരുടെ ഉള്ളുമായിട്ട് ഉപദേശപരമായ വിഷയങ്ങളുമായിട്ട് വിശ്വാസിക സഭയുടെ ആത്മീക അഭിവൃദ്ധിയുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാകും. നമുക്ക് ആരെയും പേര് പറഞ്ഞൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾക്ക് ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിലേക്ക് തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ പൗലോസ് തിമത്യോസിന് കൊടുക്കുന്ന നിർദ്ദേശം, ഞാൻ നിനക്ക് കാണിച്ചിരിക്കുന്ന എൻ്റെ ഉപദേശ നിലപാടുകൾ എങ്ങനെ ഉള്ളതായിരുന്നു, എൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു, എൻ്റെ ഉദ്ദേശം, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പൗലോസിന്റെ ജീവിതത്തിൽ ഞാൻ നല്ല ഓട്ടം ഓടി, ഞാൻ നല്ല പോർ പൊരുതു എന്ന് പൗലോസ് പറയുവാനായിട്ടുള്ള കാരണം, പൗലോസ് ഒരിക്കലും മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, നമ്മൾ ഈ പൗലോസിന്റെ ലേഖനങ്ങൾ വായിച്ചു വരുമ്പോൾ മനുഷ്യരെ സുഖിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു ഭാഷാ ശൈലിയും അതിലില്ല. എല്ലാം കൃത്യമാണ്, അളന്ന് തൂക്കി കൃത്യമായി എഴുതി വെച്ചിരിക്കുക. സാഹിത്യം അതിന്റെ ഏറ്റവും നല്ല ഉന്നതമായ സൃഷ്ടികൾ, ഗൗരവം വേണ്ടിടത്ത് ഗൗരവം, പ്രത്യാശയെക്കുറിച്ച് പറയേണ്ടിടത്ത് പ്രത്യാശ, സങ്കടം വരുന്നിടത്ത് ആശ്വാസം. എന്താണോ പൗലോസ് അവിടെ എഴുതി നമുക്ക് തരുന്നത് അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുവാൻ പൗലോസ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവാത്മാവാണ് പൗലോസിനെ കൊണ്ട് ആ കാര്യം ചെയ്യിച്ചത് എന്നുള്ളത് ശരിയാണ്. കാരണം ഇത് ദൈവത്തിന്റെ വചനമായതുകൊണ്ട് നമ്മൾ ആ വിഷയം അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് തിമത്യോസിനോടും പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന വിഷയം. എൻ്റെ ഉപദേശം, എൻ്റെ ജീവിതം, എൻ്റെ ഉദ്ദേശം, എൻ്റെ വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത, ഈ 3 വിഷയങ്ങൾ അതിന് താഴെ വരുന്നുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ അടുത്ത വാക്യത്തിലാണ് കിടക്കുന്നത്. അതായത് വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത, ഈ 3 വിഷയങ്ങളെ അടുത്ത വാക്യത്തിലാണ് പൗലോസ് അത് എക്സ്പ്ലെയിൻ ചെയ്ത്. എന്തായിരുന്നു അത്? അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. പൗലോസ് ഈ ഉപദ്രവം മുഴുവൻ സഹിച്ചപ്പോഴും പൗലോസ് സഹിഷ്ണുതയുള്ളവനായിരുന്നു. ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പൗലോസ് നിരാശ ബാധിച്ച ഒരു വ്യക്തിയായിട്ടല്ല തിമത്യോസിന് ലേഖനങ്ങൾ എഴുതുന്നത്. തിമത്യോസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന
ഇത് ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മോട്ടിവേഷൻ, അതാണ് 12ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, സ്ഥലം സഭയിൽ ഒരു വിശ്വാസി ഭക്തിയോടെ ജീവിക്കുവാനായിട്ട് ശ്രമിച്ചാൽ അവന് ദുർഘട സമയങ്ങൾ ഉണ്ടാകും, ഡിഫിക്കൽട്ട് ടൈംസ് ഉണ്ടാകും എന്ന് പറയാം. സ്ഥലം സഭയ്ക്കുള്ളിൽ പോലും ഭക്തനായിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതം 100% സന്തോഷമുള്ളതായിരിക്കത്തില്ല, ദുർഘടമുള്ളതായിരിക്കും. അത് പല നിലകളിലാണ്. ഒരു പക്ഷേ ശരിയായ ഉപദേശം പഠിപ്പിച്ചതിന്റെ പേരിലായിരിക്കാം ദുർഘടം വരുന്നത്. ചില ദിവസം ഒരു കാര്യം തെറ്റാണെന്ന് സഹോദരിമാരോട് അല്ലെ സഭയോട് പറഞ്ഞതിന്റെ പേരിലായിരിക്കാം ദുർഘട സമയം വരുന്നത്. അപ്പോൾ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്ക് ദുർഘട സമയങ്ങൾ, ഉപദ്രവം ഉണ്ടാകും. ഇവിടെ പറയുന്ന ഉപദ്രവം, സഭയ്ക്കുള്ളിൽ തന്നെ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്ക് ഉപദ്രവം ഉണ്ടാകും. എന്നാൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇവയെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു, നിന്നെയും വിടുവിക്കും. ഇതാണ് പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന ആശയം. അപ്പൊ നമ്മൾ ഈ വിഷയം വളരെ ഗൗരവത്തോടെ കാണേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സ്ഥലം സഭ ശുശ്രൂഷകളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതൊക്കെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വേണം ഇറങ്ങാൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നത്. തിമോത്തിയോസ് കാലം കഴിഞ്ഞു പോയി. ഇന്നും സഭാ ശുശ്രൂഷയിലേക്ക് നമ്മൾ ഓരോരുത്തരും ആനയിക്കപ്പെടുമ്പോൾ, പല നിലകളിൽ ആനയിക്കപ്പെടുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ കുറുക്കൊള്ളേണ്ടതായിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന വിഷയം, സ്ഥലം സഭ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണെങ്കിലും രക്ഷിക്കപ്പെടാതെ രക്ഷയുടെ ഭാവം ധരിച്ചു നടക്കുന്ന അനേകർ ഈ സഭയ്ക്കുള്ളിലുണ്ട്. ഇത് വിത്ത് വിതച്ചപ്പോൾ അതിന്റെ കൂടെ കയറിക്കൂടിയ കളകളാണ്. ഇവരെന്ത് ചെയ്യും? ഇവർ നുഴഞ്ഞു കയറും, വീടുകളിൽ നുഴഞ്ഞു കയറും, ഏഷണി പറയും, സഭയിൽ ഭിന്നതയുണ്ടാക്കും. അങ്ങനെയുള്ളവരെ വിട്ടകന്നുകൊള്ളുവൻ എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ചെന്ന് നിന്ന് കൊടുക്കരുത്, അവർക്ക് വശംവദരായി കൊടുക്കരുത്. സഭാ ശുശ്രൂഷകന്മാർ ഒരിക്കലും വിശ്വാസികളുടെ ഏഷണിയിൽ അകപ്പെട്ടു പോകരുത് എന്നാണ് അതിന്റെ ആശയം. ഏഷണിയിൽ അകപ്പെടുമ്പോൾ വിശ്വാസികളെ കുറിച്ച് നമുക്ക് തെറ്റായ ധാരണയുണ്ടാകും. തെറ്റായ ധാരണ ഉണ്ടാകുമ്പോൾ നമ്മൾ തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇടപെടുവാനായിട്ട് ഇടയായിത്തീരും. അതിനു പകരം ദൈവസന്നിധിയിൽ കൃത്യമായിരിക്കുന്ന, നേരായിരിക്കുന്ന ഒരു വിശകലനം സ്ഥലം സഭയെക്കുറിച്ച് ശുശ്രൂഷകന്മാർക്കുണ്ടാകണം. വിശ്വാസികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകരുത്. നമ്മൾ പുതുതായിട്ടൊരു സഭയിലോട്ട് വരുമ്പോൾ നമുക്ക് ആ സഭയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, അത് ശരിയാണ്. പക്ഷെ നാം ആയിരിക്കുന്ന സഭയിൽ ഓരോ വിശ്വാസിയെക്കുറിച്ചും ഓരോ കുടുംബത്തെക്കുറിച്ചും നമുക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ശുശ്രൂഷകൾ നാം ചെയ്യുമ്പോൾ ഒരിക്കലും ഏഷണിയുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ എടുക്കുവാനായിട്ട് പാടില്ല. ഈ ഏഷണി പറയുന്നവൻ ആരാണ്? അവൻ ഒന്നെങ്കിൽ ജഡീകന, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവന്. ഇതാണ് പൗലോസ് കൊടുക്കുന്ന. ഇനി ആത്മീകന്മാർക്കും സംഭവിക്കാം. പക്ഷെ ആത്മീകന്മാർക്ക് ഒരു പ്രത്യേകത, ഈ ആത്മീകന്മാരുടെ ജീവിതത്തിൽ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ അവർ വാസ്തവമായും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവരൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയത്തിൽ ബോധ്യപ്പെടുത്തുകയും അവർ മാനസാന്തരപ്പെടുകയും ചെയ്യും. വീണ്ടും അവർ തെറ്റിലകപ്പെടാം, വീണ്ടും മാനസാന്തരപ്പെടാം. എന്നാൽ ഹാബിച്വലായിട്ട് ഈ ഏഷണിയും പരദൂഷണവും ഈ പ്രശ്നക്കാരനായി ഒരു ഹാബിച്വലായിട്ട്, ഒരു സ്വഭാവമായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തികൾ, അവർ തീർച്ചയായിട്ടും ദൈവവചനത്തിന്, സത്യത്തിന് വിരോധമായി നിൽക്കുന്ന ആളുകളാണ്. അവരെ സൂക്ഷിച്ചുകൊള്ളണം, അവരെ വിട്ടുകൊള്ളണം എന്ന് പറഞ്ഞാൽ അവരുടെ മന്ത്രങ്ങളിൽ ഇടപെട്ടു പോകരുത് എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ഒരു സ്ഥലം സഭയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈസി ഗോയിങ് അല്ല, അത് സുഖകരമായ ഒരു ജീവിതമല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചു തരുന്ന വിഷയം. ഇത് അന്ത്യകാലം. ഈ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ കർത്താവ് ഏത് സമയത്ത് വരാം, അതിന് മുമ്പുള്ള കാലമാണ് ഈ അന്ത്യകാലം. ഇന്ന് നമ്മൾ ഈ ആയിരിക്കുന്ന ഈ സമയം എന്ന് പറഞ്ഞാൽ ഇത് അന്ത്യകാലത്തിന് അനുഭവമാണ്. ഇവിടെ സ്വസ്നേഹികൾ, ദുർഘട സമയങ്ങൾ, സഭയിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്ന വ്യക്തികൾ സഭയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ശുശ്രൂഷകന്മാരെ നിയമിക്കുന്ന സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരും ശുശ്രൂഷകന്മാരും ഇത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ ഏഷണിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലല്ല നിഗമനത്തിലെത്തേണ്ടത്. ഇത് ബാഹ്യമായ ചേഷ്ടകളുടെ അടിസ്ഥാനത്തിലല്ല. ദൈവസന്നദ്ധയിൽ വളരെ ജാഗ്രതയോടെ, പ്രാർത്ഥനയോടെ, കൃപയോടെ ദൈവവചന വ്യവസ്ഥ പ്രകാരം വിശകലനം ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ അത് ഫലകരമായി തീരും. ഇനി അല്ലാത്ത ഒരാൾ ആ സ്ഥാനത്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ നടപ്പ് യോഗ്യമല്ലെങ്കിൽ അവരെ വിട്ടൊഴിഞ്ഞ് നിന്നുകൊള്ളണം എന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന വിഷയം. ദൈവാത്മാവ് പൗലോസിലൂടെ ഓർപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ദുഷ്ടതകൾ, ഈ പാപപ്രവൃത്തികൾ, അനാത്മികമായിരിക്കുന്ന പ്രവണതകൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്.
13-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഈ കൂട്ടരെ കുറിച്ച് പിന്നെയും പറയാം. നമ്മൾ ഈ ആദ്യത്തെ 2-ാം വാക്യത്തിൽ വായിച്ച കൂട്ടരെ കുറിച്ച് പിന്നെയും പറയുകയാണ്. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും. പൗലോസ് എന്താ ഈ പറഞ്ഞു വരുന്ന ഉദ്ദേശം? നീ ഇന്നവരോട് പഠിച്ചു. ആരോടാ തിമോഥെയോസ് പഠിച്ചത്? പൗലോസിനോടാണ് പഠിച്ചത്. പൗലോസ് എന്ന ഞാൻ നിന്റെ ആത്മീക പിതാവായിരിക്കുന്ന ഞാൻ നിന്നെ എന്താണോ ദൈവവചനത്തിൽ നിന്ന് പഠിപ്പിച്ചു തന്നത് അത് നീ പഠിച്ചും. പഠിച്ചു കയറി വന്ന് പിന്നെ ഒരിക്കലും ബൈബിൾ തുറക്കും. നമ്മളൊക്കെ അങ്ങനെയാ. പലരും രക്ഷിക്കപ്പെട്ട സഭയിൽ വന്ന് സ്നാനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആരും ബൈബിൾ പോലും തുറന്നു നോക്കൽ. പിന്നെ ആരാധനയ്ക്ക് വേണമെങ്കിൽ ഒരു വാക്യം വായിക്കും. അത് ഞായറാഴ്ച വൈകിട്ട് തുറക്കത്തുള്ളൂ, അല്ല സോറി, ശനിയാഴ്ച വൈകിട്ട്. പക്ഷെ ഇവിടെ തിമോഥെയോസിനോട് പൗലോസ് ഓർപ്പിക്കുന്ന വിഷയം, നിന്നെ പഠിപ്പിച്ച വിഷയം നീ വീണ്ടും പഠിച്ചും, നീ അത് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇത് നമുക്ക് രേഖയായിട്ട് ദൈവത്തിന്റെ ആത്മാവ് തരുവാനായിട്ടുള്ള കാരണം ഈ ഒരു നിർദ്ദേശം, നാം പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇതിന്റെ വിശദീകരണം അടുത്ത 3 വാക്യങ്ങളാണ്. ഇത് നമുക്ക് സമയമില്ല. അടുത്ത ക്ലാസ്സിലെ വിഷയത്തിലേക്ക് നമ്മൾ പോകും. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉദ്ബോധിപ്പിച്ച വിഷയം എന്നുള്ളത്, നാം സഭയിൽ ആയിരിക്കുമ്പോൾ, സഭാ ശുശ്രൂഷയിൽ നാം ആയിരിക്കുമ്പോൾ, സഭയിൽ ശുശ്രൂഷകന്മാരെ നിയമിക്കുന്ന ദൗത്യം അത് സഭയ്ക്കുള്ളത് തന്നെയാണ്. സഭയിലെ മൂപ്പന്മാരെ തെരഞ്ഞെടുക്കുന്ന, അല്ലെ സുവിശേഷകൻ വേലയ്ക്ക് വെളിയുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിച്ച് അല്ലെങ്കിൽ ശോധന ചെയ്ത് അദ്ദേഹത്തെ ശുശ്രൂഷ സ്ഥാനത്തേക്ക് കമന്റ് ചെയ്യുന്നത് സ്ഥലം സഭയാണ്, സ്ഥലം സഭയിലെ ശുശ്രൂഷകന്മാരാണ്. ഈ ശുശ്രൂഷ എന്ത് തന്നെയായാലും അതിനായിട്ട് നാം മുന്നോട്ട് ചുവടുകൾ വയ്ക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ ഭാവപ്രകടനം ഭക്തിയുള്ളതായതുകൊണ്ട് അവൻ ജഡികനാണെന്ന് തിമോഥെയോസിൽ പൗലോസ് എഴുതി എന്നുള്ള അടിസ്ഥാനത്തിൽ നിഷേധിക്കാനായിട്ടല്ല പറഞ്ഞു വരുന്നത്. വിഷയങ്ങളെ വ്യക്തമായിട്ട് വിശകലനം ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. ഒരു വ്യക്തിയെ നമ്മൾ ആത്മീയ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മീക കാഴ്ചപ്പാട്, ഔട്ട്ലുക്ക്, അവരുടെ ജീവിതം എങ്ങനെയാണ്. പൗലോസ് എന്ത് പറഞ്ഞു? പൗലോസ് എന്താണോ ഭക്തിയായിട്ട് പറഞ്ഞത്, എന്താണോ സംസാരിച്ചത്, അത് തന്നെ പൗലോസ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. തിമോഥെയോസിനെ പഠിപ്പിച്ചത്, നീ ഉപദേശിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം, നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കുവാനായിട്ട് ഇടയാകരുത്. അപ്പോൾ പ്രസംഗം ജീവിതത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ ശുശ്രൂഷ ഏൽപ്പിക്കാം. അതാണ് അതിന്റെ ഏറ്റവും രത്ന ചുരുക്കം. പഠിപ്പിക്കുന്നത്, പ്രസംഗിക്കുന്നത്, പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ ശുശ്രൂഷ ഏൽപ്പിക്കാം. അല്ലെങ്കിൽ ശുശ്രൂഷ സ്ഥാനത്തുള്ളവർ തങ്ങൾ പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരായിരിക്കണം എന്നാണ് അതിന്റെ ഏറ്റവും ലളിതമായ ആശയം. സഭാജീവിതം എന്ന് പറയുന്നത് ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. പൗലോസ് തന്റെ നിര്യാണത്തോട് അടുക്കുമ്പോൾ തിമോഥെയോസിന് ഇത്രയും കാര്യം എല്ലാം പറഞ്ഞു കൊടുത്തു. മൂപ്പന്മാരെ നിയമിക്കാൻ ഇങ്ങനെ യോഗ്യത വേണം, നീ അങ്ങനെ ആയിരിക്കണം, സഹോദരിമാരോട് ഇങ്ങനെ ആയിരിക്കണം, മുതിർന്നവരോട് ഇങ്ങനെ ആയിരിക്കണം, ചെറിയവരോട് ഇങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് വന്നിട്ട് നേരെ സഭയ്ക്കുള്ളിൽ കൊണ്ട് നിർത്തിയിട്ട് പറയുക, നിനക്ക് ഇനിയുള്ളത് മുഴുവൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്, ദുർഘട സമയങ്ങളാണ്. നീ സഭയ്ക്കുള്ളിൽ ചെന്ന് നിൽക്കുമ്പോൾ നീ ഫേസ് ചെയ്യാനായിട്ട് പോകുന്ന ദുർഘട നിമിഷങ്ങൾ. അതിന് കാരണം ഈ കളകളായിട്ട് സഭയ്ക്കുള്ളിൽ വന്ന് നിൽക്കുന്ന വ്യക്തികൾ നിനക്ക് ശരിക്കും ഒരു പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് പറയുക. എന്നിട്ടും അത് ഇട്ടിട്ട് പോകാനല്ല പറയുന്നത്. അവിടെ പറയുന്നത് നീ അവരെ വിട്ടൊഴിഞ്ഞു നിൽക്കുക, അവരുടെ അഴുക്കിലകപ്പെട്ടു പോകരുത് എന്നുള്ള മുന്നറിയിപ്പ്. കർത്താവ് ഇവരെ അനുവദിച്ചിരിക്കുക എവിടം വരെ? കൊയ്ത്തുകാലം വരെ ഇതിനോടുകൂടെ വളരുവാനായിട്ട് കർത്താവ് ഇവരെ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കള കൂടെ നിൽക്കുന്നതുകൊണ്ട് കളയുടെ ഫലം പുറപ്പെടുവിച്ചോട്ടെ, വിത്ത് തന്നെ പുറപ്പെടുവിക്കണം എന്നാണ് പൗലോസിലൂടെ ദൈവാത്മാവ് അർപ്പിക്കുന്ന വിഷയം. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമ്മൾ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം, സഭയിലെ അന്തരീക്ഷം എങ്ങനെ പോയാലും അതിൻ്റെ ഉള്ളിൽ സത്യത്തിന് മറുതലിച്ചു നിൽക്കാതെ സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന, വചനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് കഴിയും. കാരണം ഇവിടം വിട്ടുകഴിഞ്ഞാൽ സഭയല്ല കർത്താവിന്റെ സന്നിധി സഭ നിൽക്കും. പക്ഷെ നമ്മൾ ഓരോരുത്തരാണ് കർത്താവിന് മുമ്പാകെ നിൽക്കാനായിട്ട് പോകുന്നത്. കണക്ക് കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ് എന്നുള്ള ബോധ്യം നമ്മളെ ഭരിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ വിഷയങ്ങളെ ഗൗരവമായി മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും പക്വതയോടും പരിജ്ഞാനത്തോടും ആത്മീക കൃപയോടും കൂടെ സഭയ്ക്കുള്ളിൽ മുന്നോട്ട് പോകുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുന്നതാണ്.